മാർക്കോ ഇനിയിപ്പോ ആ സിനിമ കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം മിക്കവാറും OTT ന്ന് അത് ഒഴിവാവും. അല്ലെങ്കിൽ അതിനുള്ള ഓർഡർ വന്നിട്ടുണ്ടെന്നാ കേട്ടെ. കാരണം ടിവിയിൽ എന്തായാലും ആ സിനിമ വരില്ല എന്ന് പറഞ്ഞു. നിർമ്മാതാവ് പറയുന്നത് ഇനിയിപ്പോ അതുപോലുള്ള സിനിമകൾ എടുക്കില്ലാന്ന്. അതൊരു മണ്ടൻ തീരുമാനമാണ്, അത് വേറെ കാര്യം. അപ്പം അതായത് ആ സിനിമ ഇനിയിപ്പോ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. തിയേറ്ററിൽ നിന്ന് കണ്ട ആൾക്കാരല്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു തേർഡ് പാർട്ടി സൈറ്റുകളിൽ ഉണ്ടായിക്കോളാം. അതൊക്കെ എന്താണെന്ന് അറിയില്ല. ഇവിടെയുള്ള ചില മണ്ടന്മാരായിട്ടുള്ള ആളുകളുടെ വിചാരം ഈ സിനിമയൊക്കെ ഇറങ്ങിയത് കൊണ്ടാണ്, അതായത് മാർക്കോ ഇറങ്ങിയത് കൊണ്ടാ ഇപ്പം ഇതൊക്കെ ഉണ്ടായത്. സിനിമയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മറ്റെന്താ പറയാ, ആവേശത്തിന് എടാ മോനെ എന്ന് പറയുന്ന സാധനമൊക്കെ മുഖ്യമന്ത്രി എടുത്തു പറയുന്നത് കണ്ടു. ഈ ചാനലുകാർ ചെയ്യുന്ന ഒരു തരം ചെറ്റത്തരുണ്ട്. അതായത് ഇപ്പം താമരശ്ശേരിയിൽ നടന്ന ആ സംഭവത്തിന് ശേഷം എവിടെയെങ്കിലും ചെറിയ രീതിയിൽ പിള്ളേർ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കും, ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ നടക്കുന്നുണ്ട്, ഓക്കെ, പക്ഷെ ഇതിനെ അങ്ങ് പൊക്കി കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്കൊരു ട്രെൻഡാ. കുറച്ച് ദിവസം മുന്നേ വരെ സിനിമാ സമരമായിരുന്നു ട്രെൻഡ്. അത് കഴിഞ്ഞപ്പോൾ ഇവരെന്തൊക്കെ വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ കിട്ടുന്ന ന്യൂസുകൾ പൊക്കിയിട്ട് കുട്ടികൾ വഴിതെറ്റി പോകുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ നിലവിലുണ്ടെന്ന് ഇവരങ്ങ് ക്രിയേറ്റ് ചെയ്യുക. സത്യം പറഞ്ഞ മയക്കുമരുന്നിന്റെ ഉപയോഗമൊക്കെ ശരിയാണ്, കൂടുതലാണ്. പക്ഷെ ചാനലുകാർ കുറച്ച് കൂടുതൽ പൊലിപ്പിക്കുന്നുണ്ട്. സിനിമാക്കാരുടെ നെഞ്ഞത്തേക്ക് നല്ലോണം കയറുന്നുണ്ട്. ഈ സിനിമ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കുട്ടിയെ സിനിമ മാത്രമായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക. കുട്ടിയെ എന്തും ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പൊ എന്നെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാർക്കോ പോലൊരു സിനിമ കണ്ടിട്ട് ഞാൻ അതുപോലെ വെട്ടാനും കുത്താനും നടക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നല്ല വീട്ടിൽ ജനിച്ചു നല്ല പാരന്റിങ് കിട്ടിയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ എനിക്ക് ബോധമുണ്ട്, ഇന്ത്യൻ നിയമപ്രകാരം എനിക്കിതൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇത് സിനിമയാണ്. സിനിമയിൽ കാണുമ്പോ കിഡിലൻ ഫൈറ്റ് അല്ലെങ്കിൽ കിഡിലൻ മേക്കിംഗ് അതൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇത് നമുക്ക് ജീവിതത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ല. ചെയ്യാം. ഹോം പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഫാമിലി പോലുള്ള ഒരു കുടുംബചിത്രം കണ്ടിട്ട് എന്റെ അച്ഛനും അമ്മയും എനിക്ക് അതുപോലെ സ്നേഹിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാം. അതിനിവിടെ നിയമത്തിലൊരു തടസ്സമില്ല. കാരണം അത് എന്റെ ബുദ്ധിപരമായ ചിന്താഗതിയാണ്, എന്റെ മാത്രമല്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നല്ലതും ചീത്തവും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് അവരുടെ മുന്നിലേക്ക് സിനിമയല്ല ഈ എന്ത് വെച്ചാലും അവര് വഴിതെറ്റും. ഒരു സംശയം വേണ്ട. അതിന് സിനിമ മാത്രമല്ല കാരണം. എല്ലാം കൂടി മാർക്കോയുടെ നെഞ്ഞത്തേക്ക് ഇടുന്നത് അത് വേറെ കാര്യം. മാർക്കോ ഇപ്പൊ ഉണ്ടായതാ. ഇതിനു മുന്നേ എത്ര വിദേശ സിനിമകൾ. മാർക്കോ ഒക്കെ ചെറുതാ സത്യം പറഞ്ഞ. മലയാളത്തിലായിരിക്കും ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് സെക്ഷൽ എണ്ണങ്ങൾ കുറവുള്ള സിനിമകൾ ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുന്ന മലയാളത്തിലായിരിക്കും. വിദേശ സിനിമകൾ ഇതൊക്കെ ഇറങ്ങുന്നില്ലേ? വയലൻസ്, ഇതിന്റെ പീക്ക് ലെവൽ വയലൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാം കൂടി അങ്ങ് സിനിമാക്കാരനെ മേത്തേക്കിടല്ലേ? സിനിമാക്കാരല്ല അതിന്റെ പ്രശ്നം. സിനിമ മാത്രമൊന്നുമല്ല, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നില്ലേ ഇവിടെ? അവരെ മാലിട്ട് സ്വീകരിക്കുന്നില്ലേ? അവർക്ക് കണ്ട മറ്റേ സ്ഥാനമാനങ്ങളും ഉള്ളിക്കൂടുള്ള തള്ളിക്കയറ്റമൊക്കെ അവർക്ക് കൊടുക്കുന്നില്ലേ? അതൊന്നും കുഴപ്പമില്ല. സിനിമാക്കാരനാണ് ഇവിടുത്തെ പ്രശ്നം. സിനിമ ഇറക്കുന്നതാ പ്രശ്നം. ചില വിവരം കെട്ട സീരിയസ് ആയിട്ടുള്ള സിനിമാക്കാർ പോലും പറയുന്നത് സിനിമയാണ് കുഴപ്പമെന്നാ, അല്ലെങ്കിൽ സിനിമ ഇങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാ. സിനിമ ഇൻഫ്ലുവൻസ് ആവും, പക്ഷെ ആ ഇൻഫ്ലുവൻസ് സിനിമയിൽ നിന്ന് നല്ലതും ചീത്തതും തിരഞ്ഞെടുക്കാനും ഇത് സിനിമയാണെന്ന് അറിയാനുള്ള ബോധമില്ലാത്ത ഒരാള് അയാൾ എന്ത് കണ്ടാലും വഴിയിട്ടു. യൂട്യൂബിലില്ലേ ഒരുപാട് വീഡിയോസ്. ഡാർക്ക് വെബ്സ് കയറാൻ അറിയില്ല ഇപ്പോഴുള്ള പിള്ളേർക്ക്. അപ്പൊ ഇതൊന്നുമല്ല സിനിമയാ പ്രശ്നം. എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ ചാനലുകാർക്കൊക്കെ എപ്പോഴും? അതിനു വേണ്ടിയുള്ള ഒരു സാധനം മാത്രമാണ്. രാഷ്ട്രീയക്കാരും ഇതിന് ഉത്തരവാദികളല്ലേ? കാരണം എന്താ വെച്ചാൽ ചെറുപ്പം തൊട്ടേ ഞാനിപ്പോ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് കുറച്ച് പവർ ഉണ്ടെങ്കിൽ, ഞാനൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ എനിക്കത് പോലീസ് സ്റ്റേഷൻ ഒന്നും സുഖമായിട്ട് ഇറങ്ങിപ്പോരാം. സത്യം, അത് വിചാരമല്ല, സത്യമായ കാര്യമാണ്. അപ്പൊ അത് അതൊന്നും ഇവിടെ പ്രശ്നമല്ലേ? ഇനി ആ കുട്ടികൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിലോ എനിക്ക് രാഷ്ട്രീയപരമായ പിടിപാടുണ്ട്. കാരണം എനിക്ക് ഇത് കൊന്നാലും പിടിച്ചാലും തന്നെ ആരും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ചിന്തിച്ചൂടെ? നിങ്ങളങ്ങ് ഉറപ്പിക്കാണോ സിനിമ കണ്ടിട്ടാണ് ഇവരൊക്കെ വഴിയേറ്റുന്നത് എന്നുള്ളത്? അങ്ങനെയാണ് സിനിമയിലുള്ള നല്ലത് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടെന്ന് പറഞ്ഞൂടെ എന്നാ? പിന്നെ ചിന്തിക്കാൻ വിവരമില്ലാത്ത ചില ആളുകൾ പിന്നെയും കമന്റ് ഇടുന്നുണ്ട്, സിനിമ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല, അതങ്ങ് നിർത്തിക്കൂടെ? സിനിമ ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ജീവിക്കും, ഞങ്ങൾക്ക് സിനിമ എന്നല്ല വലുത്. നിങ്ങൾക്ക് സിനിമ ഇല്ലെങ്കിൽ 1000-നും 500-നും പണിയെടുക്കുന്ന ആളുകളുണ്ട് സിനിമയിൽ. എല്ലാ വ്യവസായം പോലെ സിനിമ ഒരു വ്യവസായ. അതിൽ പണിയെടുക്കുന്ന ആളുകൾ ജീവിക്കണം, അവരുടെ കുടുംബവും പോകണം. നിങ്ങളുടെ വ്യവസായത്തെ തള്ളി പറയുന്ന പോലെ അല്ലെങ്കിൽ സിനിമയെ തള്ളി പറയുന്ന പോലെ നിങ്ങളുടെ വ്യവസായത്തെ തള്ളി പറയാൻ നിങ്ങൾ സഹിക്കുമോ? അതുപോലെ തന്നെ അവർക്കും. നിങ്ങൾ ഈ കാണുന്ന സൂപ്പർ സ്റ്റാർസ് മാത്രമൊന്നുമല്ല സിനിമ. കമന്റ് ഇടുന്നവർ അതൊക്കെ ഒന്ന് ആലോചിക്കിടക്കേ.
നിങ്ങൾ പണിയെടുക്കുന്ന ഒരു മേഖല പോലെ തന്നെ അങ്ങനെ പണിയെടുക്കുന്ന ആളുകൾ അതിലുണ്ട്. എല്ലാവർക്കും കോടിക്കണക്കിന് പൈസ ഒന്നും കിട്ടുന്നില്ല സിനിമയിൽ നിന്ന്. ആർട്ടിലും പ്രൊഡക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. സിനിമ കൊണ്ട് മെസ്സ് ഉണ്ടാക്കി ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പേരില്ലേ? അപ്പൊ നിങ്ങൾ എല്ലാം കൂടി സിനിമാക്കാരനെ അന്യത്തിട്ടല്ലേ? സിനിമ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു കുട്ടി ഇത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളാണ് ഓക്കെ. ഇത് എല്ലാവരും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ സിനിമയാണ് കുട്ടികളെ വഴിയിരിക്കുന്നത് പറഞ്ഞാൽ അത്ര കേൾക്കാൻ സുഖമുള്ള സംഭവമൊന്നുമല്ല. കാരണം ഇവിടെ ഇവിടെ ഇപ്പൊ ഇത്രയും ഈ ലഹരി ഇത്രയും വ്യാപകമാക്കിയത് സിനിമാക്കാരാണോ? അല്ലെങ്കിൽ സിനിമാക്കാര് സിനിമ എടുക്കുന്ന കൂട്ടത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണോ ഇത് എല്ലാവർക്കും വിതരണം ചെയ്യാൻ? ഇതൊക്കെ നിയന്ത്രിക്കേണ്ട സർക്കാരല്ലേ, സിനിമാക്കാരാണോ? എന്നിട്ട് ഇത് ഉപയോഗിക്കാൻ അവർക്ക് എവിടുന്ന് കിട്ടി? ഇത് ഉപയോഗിക്കാൻ കിട്ടുന്നോണ്ടല്ലേ ഈ പ്രശ്നം. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് സിനിമാക്കാരന്റെ പ്രശ്നം എന്ന് പറയാം. ഇത് കൊണ്ടുവരേണ്ട, ഇത് ഇങ്ങോട്ട് ഇറക്കാതിരിക്കേണ്ടതാണ് സർക്കാരല്ലേ. എന്നിട്ട് സിനിമാക്കാരന്റെ അഞ്ചത്തേക്ക് ആദ്യം ഇത് ഈ ലഹരിയും കാര്യങ്ങളും ഇവിടുന്ന് എങ്ങനെ തുടച്ചു മാറ്റലും നടക്കൂല, അതും സത്യമാണ്. കാരണം ഇത് പൂർണ്ണമായിട്ട് ഒരിക്കലും നിലവിൽ വരൂല. പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? എത്രയോ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന സിനിമാക്കാരനെ കണ്ടിട്ടാന്ന് പറയുന്നത് അതിലൊരു അർത്ഥമില്ല. നിങ്ങൾ ആദ്യം അത് കൺട്രോൾ ചെയ്യും, അപ്പൊ താനേ നിൽക്കും. അപ്പൊ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്താൽ ഈ കുട്ടിക്ക് ഈ സാധനം കിട്ടില്ലല്ലോ. വിവരക്കേട് പറയരുത് ഒരിക്കലും. കാരണം സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാള് എന്ത് കണ്ടു ഇൻഫ്ലുവൻസ് ആവും. ചിന്തിക്കാൻ ബോധമില്ലാത്ത ഒരാള് സിനിമ കണ്ട് ഇൻഫ്ലുവൻസ് ആവും. തെറ്റേത് ശരി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാള് സിനിമയിലുള്ള തെറ്റ് തന്റെ ജീവിതത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ സിനിമാക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല സിനിമകളുണ്ട്, എന്താ നല്ല രീതിക്കാണെന്ന് ഇവിടെ എത്ര പേര് നടക്കും അങ്ങനെ? വിക്രമാദിത്യം കണ്ട് ദുൽഖറിനെ പോലെ പോലീസ് ആവുമ്പോ കൂടെ അതൊന്നും പോകുന്നില്ലല്ലോ. മോശം വരുമ്പോ മാത്രം സിനിമാക്കാരന്റെ അഞ്ഞത്ത് അല്ലേ?